നമസ്കാരം. യോഗം ജനറൽ സെക്രട്ടറിയെ ഒറ്റത്തിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി നിഷ്ഫലമാക്കും. സൈബർ സേന എറണാകുളം ജില്ലാ കമ്മിറ്റി സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ തുല്യനീതിക്ക് വേണ്ടി നിരന്തരം ശബ്ദമുയർത്തുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ഒറ്റത്തിരിഞ്ഞ് ആക്രമിച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ശക്തമായി പ്രതിരോധിക്കുമെന്നും കേരളത്തിലെ സമുദായ അംഗങ്ങൾ ഒറ്റക്കെട്ടായി അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കുമെന്നും SNDP യോഗം സൈബർ സേന എറണാകുളം ജില്ലാ കമ്മിറ്റി വ്യക്തമാക്കി. മുസ്ലിം സമുദായത്തിന് ഇടതുപക്ഷം അനർഹമായത് നൽകുന്നുവെന്ന യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിലാണ് മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനകളും മറ്റു ചില പ്രസ്ഥാനങ്ങളും വെള്ളാപ്പള്ളി നടേശനെതിരെ വാളുമായി ഇറങ്ങിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യം കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവായ AK ആന്റണി നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിനു പുറമെ മുസ്ലിം പ്രീണനം CPM-നെ ദോഷം ചെയ്യുമെന്ന മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് പിന്നാലെ പറഞ്ഞിരുന്നു. പലർക്കും അനർഹമായത് ലഭിക്കുമ്പോൾ തഴയപ്പെടുന്നതും നഷ്ടമാകുന്നതും ഈഴവ സമുദായത്തിനാണ്. നിയമസഭയിലെയും തദ്ദേശ സ്ഥാപനങ്ങളിലെയും സർക്കാർ ഉദ്യോഗങ്ങളിലെയും മറ്റ് സുപ്രധാന കസേരകളിലെയും പ്രാതിനിധ്യം പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും. കേരളത്തിലെ വിവിധ മത സാമുദായിക പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണവും അവിടുത്തെ കോഴ്സുകളും പരിശോധിച്ചാൽ അവഗണനയുടെ വിശ്വരൂപം കൂടുതൽ വെളിവാകും. അധികാരം ലഭിക്കാനും അധികാരത്തിൽ തുടരാനും LDF-ഉം UDF-ഉം മുസ്ലിം സമുദായത്തിന് അർഹതയില്ലാത്തത് നൽകുന്നു എന്നത് പച്ച പരമാർത്ഥമാണ്. അത് വിളിച്ചു പറയുന്നവരെ കല്ലെറിയുന്നതിന് പകരം ആത്മപരിശോധനയും തിരുത്തലുമാണ് നടത്തേണ്ടത്. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്കുള്ള അപേക്ഷകൾ പോലും സർക്കാർ വകുപ്പുകൾ ചവിറ്റുകുട്ടയിൽ തള്ളുകയാണ്. മതേതരത്വത്തിന്റെ പേര് പറഞ്ഞ് എന്നും നഷ്ടങ്ങൾ സഹിക്കുന്ന സ്ഥിതി ഇനി ഉണ്ടാവില്ല എന്നും കമ്മിറ്റി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി.